ശ്രീ ജയപ്രകാശ് 21 പ്രതികളാണ്. നാളെ CBIക്ക് മൊഴി കൊടുക്കുന്നുമുണ്ട് താങ്കൾ. സ്വാഭാവികമായും അവരുടെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും 20-ൽ നിന്ന് 21 ആയിരിക്കുന്നത്. താങ്കൾ താങ്കൾ നാളെ CBIക്ക് പുതിയ തെളിവുകൾ നൽകുന്നുണ്ടോ? അതെ, എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറച്ച് തെളിവുകളുണ്ട്, എന്റെ സംശയങ്ങളുണ്ട്. അതെല്ലാം കൂടെ നാളെ CBIക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും ഇപ്പൊ 21 എന്ന് പറയുന്നത് എന്റെ മനസ്സിലാണെങ്കിൽ 21-ൽ നിൽക്കില്ല. കുറച്ച് ഒരുപാടുണ്ട്, ഇനിയും ഉണ്ടല്ലോ. ഈ ഡീൻ എവിടെ പോയി? ഞാൻ ആദ്യം മുതൽ പറയുകയാണല്ലോ. അസിസ്റ്റന്റ് വാർഡൻ എവിടെ പോയി? അക്ഷയ് എവിടെ പോയി? പെൺകുട്ടികൾ എവിടെ പോയി? അപ്പൊ 21-ൽ നിന്ന് മതിയാവില്ലല്ലോ. എന്റെ സംശയങ്ങൾ അല്ലെ എനിക്കുള്ള തെളിവുകൾ കിട്ടിയുള്ളത് ഞാൻ ഉറപ്പായിട്ടും CBIക്ക് കൊടുക്കുന്നുണ്ട്. അവരത് നോക്കിയിട്ട് ശരിക്കും CBIയുടെ ഉദ്യോഗസ്ഥർ നോക്കിയിട്ട് ജെന്യൂൻ ഇപ്പം അറസ്റ്റ് 21-ൽ നിൽക്കില്ല. 25-ലോട്ട് തന്നെ പോവാം. ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് പോവാം. ഉറപ്പായിട്ട് പോവാം. 30 വരെ എത്താം എന്നുള്ളതാണ് എന്റെ ഒരു ഉദ്ദേശം. ഞാൻ കണക്കാക്കിയുള്ളിടത്തോളം കാലം ചിലപ്പോൾ അവിടെ വരെ എത്തി നിൽക്കും. അതിൽ മുമ്പോട്ടേ പോവുകയുള്ളൂ. ഞാൻ അതുകൊണ്ട് എല്ലാ തെളിവുകളും ബാക്കിയുള്ള ആരെയൊക്കെ ഞാൻ സംശയിക്കേണ്ട കാരണങ്ങൾ എന്തുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് എനിക്ക് അതിന്റെ തെളിവുണ്ട്. ഞാൻ വെറുതെ ആരോപിക്കുന്ന ഇതുവരെയ്ക്കും ഞാൻ വെറുതെ ഒരു ആളിനെ വെച്ചിട്ട് ആരോപിച്ചിട്ടില്ല. അങ്ങനെ ഒരു വൈരാഗ്യം തോന്നേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറ്റവാളികളാണ് അവരൊക്കെ. അതുകൊണ്ട് എനിക്ക് വെറുതെ ആരോപിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തെളിവുണ്ട്. തെളിവ് ഞാൻ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കും. CBI ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. എന്റെ മൊഴിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അതും കൊടുക്കും. അടിസ്ഥാനപരമായി സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന വാദമാണല്ലോ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ആത്മഹത്യ എന്നുള്ള നിലയിൽ, അതായത് ക്രൂരപീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നുള്ള നിലയിൽ ഇതിൽ FIRൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടില്ല. ഇക്കാര്യവും താങ്കൾക്ക് CBIയെ ബോധിപ്പിക്കാനുണ്ടാകും. തീർച്ചയായും ഉണ്ടല്ലോ, തീർച്ചയായും ഉണ്ട്. അതിലൊരു കൊലപാതകം തന്നെയാണ്. അതിനാണല്ലോ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ CBI അന്വേഷണം വേണം എന്നങ്ങ് പറഞ്ഞു നിൽക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഏതോ ആയിക്കോട്ടെ. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ ആക്കി, എന്തുകൊണ്ടാക്കി എന്നുള്ളത് അറിയില്ല. അവരത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ആ FIR എടുത്ത് നോക്കിയാൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് പഠിക്കുന്ന കുട്ടികൾക്കും ഏത് പഠിക്കുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും മനസ്സിലാവും. ആ റിപ്പോർട്ട് എടുത്ത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കുള്ള ഇന്റേണൽ ഇഞ്ചുറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ചെറുകുടലും മുൻകുടലും അതും നട്ടലും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന വേല അങ്ങനെയാ. ഇത്രയും ചെയ്തു വെച്ചിട്ട് 3 ദിവസം ആഹാരം പോലും ഇല്ല. ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് എഴുത്ത് തൂങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോമൺ സെൻസ് ഉള്ളവർക്ക് ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവിടുത്തെ വൈത്തിരി പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ആത്മഹത്യ നിങ്ങൾ കൊണ്ടുവയ്ക്കോളാം. അന്നത്തെ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുക ഇത് ആത്മഹത്യയാണ്, നിങ്ങൾ കൊണ്ടുവയ്ക്കുക, ഒരു കുഴപ്പമില്ല. അതൊക്കെ ആരാ കണ്ടുപിടിക്കും? വൈത്തിരി ആ സമയത്തുള്ള SI മണി പറയുക ഇത് ആത്മഹത്യയാണ്, നിങ്ങൾ കൊണ്ടുവയ്ക്കുമോ? അതിൽ കൂടെ ഡീനും കൂടെ നിന്ന് പറയുക ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല, ഇത് ആത്മഹത്യ. അപ്പൊ ഇതെല്ലാം എനിക്ക് CBIയോട് പറയണമല്ലോ. അല്പമെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ് വായിച്ചിട്ടുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊരു ആത്മഹത്യയാണ്, ആത്മഹത്യ പ്രേരണയാണ്. ഏത് കൺക്ലൂഷനിൽ അവരെത്തി എന്നുള്ള എനിക്ക് ചോദിക്കണം, CBIയോട് ചോദിക്കണം. എനിക്ക് ചോദിക്കണം. എന്റെ സംശയങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. ഏത് കാര്യവും സംശയവും തെളിവും എല്ലാം ഞാൻ സംസാരിക്കും. നാളെ ഞാൻ അത് കൊടുക്കും. നന്ദി.